കോൺട്രവേഴ്സി ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണെങ്കിൽ പോലും എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു അച്ഛനും അമ്മയും കൂട്ടത്തിൽ ജനിക്കുന്നു എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഒരു കല്യാണം കഴിഞ്ഞു, ചിലപ്പോൾ വൈകിയ വേളയിൽ ചികിത്സകളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു കുഞ്ഞുണ്ടാകുന്നത്. ആ കുഞ്ഞുണ്ടായതിന് ശേഷം എനിക്കിത് വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കരിയർ നശിച്ചു, ഞാൻ ഇനി ഈ കുഞ്ഞിനെ നോക്കി മുമ്പോട്ട് പോയിട്ട് എന്ത് നേടാനാണ്, എനിക്ക് ചികിത്സയൊക്കെ കഴിഞ്ഞ് ഉണ്ടായിരിക്കുന്നത് ട്വിൻസാണ്, ഈ ട്വിൻസ് കാരണം തന്നെ എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, എൻ്റെ മുമ്പോട്ടുള്ള ജീവിതം, കരിയർ ഇതെല്ലാം ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന മാതാപിതാക്കൾ, ഇൻക്ലൂഡിങ് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ചില സാഹചര്യങ്ങളിൽ എനിക്ക് കാണാനായിട്ട് ഇടയാകുന്നുണ്ട്. അപ്പം നമ്മൾ മാനസികമായിട്ട് സജ്ജമായതിനു ശേഷം വേണം സത്യത്തിൽ നമ്മളൊരു പ്രഗ്നൻസി പ്ലാനിങ്ങിലോട്ടും മുമ്പോട്ടുള്ള കാര്യങ്ങളിലേക്കും പോകാനെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. ചില ആളുകൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരും വീട്ടുകാരും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഒരു പരിണത ഫലമായി ചികിത്സയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള ചികിത്സകൾ ചെയ്യുന്നു. അത് ഏത് IUI ആയിക്കോട്ടെ, IVF ആയിക്കോട്ടെ, ട്വിൻസും ട്രിപ്ലെറ്റ്സും ഒക്കെ ആകുന്നു. ഇതായതിനു ശേഷം എനിക്കിത് വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഇതെനിക്ക് ചിന്തിക്കാമായിരുന്നു, ഇതെനിക്ക് മുമ്പോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ചിന്തിച്ചാലോചിച്ച് ടെൻഷൻ അടിച്ച് ഏറ്റവും അവസാനം ആ ബുദ്ധിമുട്ടിൻ്റെ ഫലമായിട്ട് കുഞ്ഞുങ്ങൾ വേദനിക്കുന്ന അവസ്ഥ നമ്മൾ കാണേണ്ടി വരുമ്പോൾ അതൊരു വിഷമം ഉണ്ടാക്കുന്നൊരു സാഹചര്യം തന്നെയാണ്. നമ്മൾ ചിന്തിക്കുക നമുക്ക് എന്താ വേണ്ടതെന്ന്. അപ്പം അനാവശ്യമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ, ഈ കുഞ്ഞുങ്ങളെയും കൂടെ വിഷമിപ്പിക്കാതിരിക്കാൻ നമ്മൾ ഒരു പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കും എപ്പോഴും നല്ലതെന്ന് തോന്നുന്നു. ഇനി ചികിത്സയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ചികിത്സ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചിലവ്, മുൻപോട്ട് പോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ, ബിക്കോസ് എല്ലാം കഴിഞ്ഞിട്ട് മുമ്പോട്ട് ഇനി എന്തെന്ന് ചിന്തിച്ചാലോചിക്കുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് പ്രോസസ്സ് ചെയ്ത് പ്ലാൻ ചെയ്ത് വേണം ഇതിന് മുതിരാനെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റായിട്ട് പലർക്കും തോന്നുമായിരിക്കും, പക്ഷേ ചില സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കാണുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ആസ് എ മദർ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ഉണ്ടാകുന്ന വിഷമം കൊണ്ട് പറയുന്നതാണ്. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക.